ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 5 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പാർട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൗൺ പാർട്ട് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒഴിവാക്കണം എന്നുള്ളവർക്ക് മാത്രം ഒഴിവാക്കിയാൽ മതി. അത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ 4 ഭാഗം ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബ്രെഡെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്കിതിനെ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ നീളത്തിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് എല്ലാം തന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5ഓ 6ഓ ബ്രെഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 2 മുട്ട മാത്രം തന്നെ മതിയാവും. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരല്പം ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്തിന് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചില്ലി സീഡ്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പാലിന് പകരമായിട്ട് മുട്ടയുടെ അളവ് കൂട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഇളക്കിയെടുക്കുന്ന ആ ഒരു സമയത്ത് മുഴുവനായിട്ടും ഇതിൽ നല്ല പോലെ മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ബ്രെഡ് പൊടിച്ചിട്ടും ഈ ഒരു സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സിൽ ഈ ഒരു ബ്രെഡൊക്കെ ഫുള്ളായിട്ട് തന്നെ കുതിർന്ന് വന്ന് ഒരു മാവ് പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഓയിൽ തടവി എടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ ഒരു പാനിൽ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായതാണ്. അപ്പോൾ ഫുള്ള് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാനിലും ആദ്യം തന്നെ മാവൊക്കെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സൈഡൊക്കെ നല്ലപോലെ കുക്കായി വന്നതിന് ശേഷം ഞാനിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് കുറച്ചും കൂടി നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നാലും ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് പിസ്സയാണിത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഫുള്ളായിട്ട് ഇതിന് മുകളിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ആ ഒരു പിസ്സയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്ത് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അവിടെ സവാളയും തക്കാളിയും പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ഉച്ചക്കത്തെ ചിക്കൻ കുറച്ച് ബാലൻസ് വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഇനി ഇതാ ചിക്കൻ മുഴുവനായിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചീസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചടാർ ചീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സവാള അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ചീസൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാനിൽ നിന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ സ്നാക്സ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് കൊടുത്തു വിടാം. അപ്പോൾ ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്നാക്കിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് പിസ്സയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക.